1,00,000 റിയാലും 1 വർഷം കഠിന തടവും പെനാൽറ്റിയാണ്. എന്തിനാണെന്നറിയോ? കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഖത്തർ സൈബർ ക്രൈം പ്രിവെൻഷൻ ലോ റിവൈസ് ചെയ്തിട്ട് പുതിയൊരു ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നാണ് ആ ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. അതായത് അനുവാദം കൂടാതെ ഒരാളുടെ ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതിപ്പെടുന്നവർക്കെതിരെയുള്ള പെനാൽറ്റിയാണ് 1,00,000 റിയാല്, അതല്ലെങ്കിൽ 1 വർഷം കഠിന തടവ്. ചില കേസുകളിൽ ഇത് രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആരുടെയെങ്കിലും ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുൻകൂട്ടി അവരുടെ അനുവാദം നേടിയിരിക്കണം. അതല്ലെങ്കിൽ അവർ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പെനാൽറ്റി നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ആരുടെയെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ അനുവാദം മേടിച്ചു അല്ലെങ്കിൽ നമ്മൾ അനുവാദം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ യെസ് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്കെ പറയും. അങ്ങനെ ഓക്കെ പറയുന്ന സാഹചര്യം നമ്മൾ അവർ സമ്മതിക്കുന്നു, അവരുടെ അനുവാദം നമ്മൾ നേടി എന്നുള്ളതിന് ഒരു പ്രൂഫ് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ മെസ്സേജ് ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ വോയിസ് നോട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൂഫ് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മൾക്ക് അനുവാദം തന്നതിന് ശേഷം ചിലപ്പോൾ അവർ പിന്നീട് പരാതിപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, മറ്റാരുടെ ഫോട്ടോ ആണെങ്കിലും മറ്റാരുടെ വീഡിയോ ആണെങ്കിലും നമ്മൾ ആ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ അത് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പോസ്റ്റ് നമ്മളെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വീഡിയോ അവരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പരമാവധി ഒരാളുടെയും അനുവാദം കൂടാതെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ പാടില്ല. അവർ പരാതിപ്പെട്ടാൽ ഇത്രയും പെനാൽറ്റി അല്ലെങ്കിൽ ജയിൽവാസമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും നമ്മളൊരു കൺസെന്റ് നമ്മൾ നേടുകയാണെങ്കിൽ അതിനൊക്കെ പ്രൂഫ് നേടിയിരിക്കണം. മാത്രമല്ല നമ്മൾ എടുക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ അവരെ കാണിച്ചു കൊടുത്ത് ഒന്നുകൂടി ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.